ഇനി നമുക്ക് ചീരത്തണ്ടും മാങ്ങയൊക്കെയുള്ള ഒരു അടിപൊളി ഡിഷായാലോ. അതെ, ഇത് തോരനായിട്ടോ അവിയലായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എന്തിരുന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ ഇതിന് വേണ്ടി കുറച്ച് പയർ, അതുപോലെ തന്നെ ചീരത്തണ്ട്, ചീരയല്ല വേണ്ട, ചീരത്തണ്ട്, പിന്നെ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം, ഇത്രയും ചേർത്ത് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പയറിന് പകരം നിങ്ങൾക്ക് ബീൻസ്, ചക്കക്കുരു, പടവലങ്ങ, അല്ലെങ്കിൽ മുരിങ്ങയ്ക്ക, ഏത്തയ്ക്ക, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. വഴുതനങ്ങ പോലുള്ള അത് എടുക്കാതിരിക്കും, അത് പെട്ടെന്ന് അലിഞ്ഞു പോലെ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ചേർക്കാതെ ഇങ്ങനെയുള്ള എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടി ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതിയാകും. വെള്ളം കൂടി ചേർത്ത് നമ്മളിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്ത് എടുക്കുക. ഇത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടും. ഇതൊന്ന് കുക്കായി കിട്ടിയതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് പച്ചമാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മാങ്ങയുണ്ടെങ്കിൽ മാങ്ങ തന്നെ ചേർത്ത് കൊടുക്കുക. മാങ്ങ ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ വേറെ തൈരോ അങ്ങനെ എന്തെങ്കിലും പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. പക്ഷേ മാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ മാങ്ങ തന്നെ ചേർക്കുക. അതിന് ടേസ്റ്റ് അടിപൊളിയായിരിക്കും. മാങ്ങയുടെ ആ ഒരു പുളിപ്പും ആ ഒരു ടേസ്റ്റ് ഇതിൽ പ്രത്യേകിച്ച് എടുത്തറിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് തൈര് ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തിരുന്നാൽ മതിയാകും. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്കാക്കി എടുക്കുക. ഓൾറെഡി നമ്മളുടെ വെജിറ്റബിൾസ് ഒക്കെ ഇപ്പോൾ കുക്കായി, ആ മാങ്ങയും കൂടി ഒന്ന് ഇതായി കിട്ടിയാൽ മതി. മാങ്ങ ഒരു പകുതി പരുവമൊക്കെ ആകുമ്പോഴത്തേക്കിന് മാങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാകും. തുടക്കത്തിലെ മാങ്ങ ചേർത്ത് കൊടുക്കണ്ട. ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് പകുതിയൊക്കെ ആകുമ്പോൾ മാത്രം നമ്മുടെ ചീരത്തണ്ടൊക്കെ ഒന്ന് കുക്കായെന്ന് തോന്നുമ്പോൾ മാത്രം മാങ്ങ ചേർത്ത് കൊടുത്തിരുന്നാൽ മതിയാകും. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ അവിയലിനും തോരനും ഒക്കെ ചേർക്കുന്ന കൂട്ട് കുറച്ച് തേങ്ങ, അതുപോലെ തന്നെ ഞാൻ അതിൽ ഒരു പച്ചമുളകും കൂടി ചതച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതിന് നിങ്ങൾക്ക് തേങ്ങയില്ല, തേങ്ങ വേണ്ടെങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് തുമ്മരപ്പരിപ്പോ അല്ലെങ്കിൽ കടലപ്പരിപ്പോ ഒന്ന് കുക്ക് ചെയ്ത് ഈ ഒരു ടൈമിൽ അതും കൂടി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റായിരിക്കും. ഈ ഒരു രീതിയിൽ തേങ്ങ എല്ലാവർക്കും ചേർക്കണം എന്ന് ഇല്ല. തേങ്ങ ഇഷ്ടമല്ല അല്ലെങ്കിൽ തേങ്ങ വേണ്ട നിങ്ങൾക്കെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ആ ഒരു തേങ്ങയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ചിട്ട് നന്നായിട്ട് കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ പച്ച വെളിച്ചെണ്ണ, നിങ്ങളുടെ കയ്യിൽ പച്ച വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഡിഷ് തയ്യാറാണ്. ഇതിൻ്റെ പച്ചമാങ്ങയൊക്കെ ഇടുന്നതുകൊണ്ട് നല്ല പുളിയും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെടും. നമ്മുടെ ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഡിഷ് അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. പിന്നെ പറഞ്ഞ പോലെ വഴുതനങ്ങ ആഡ് ചെയ്യാതിരിക്കുക. ആഡ് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ വഴുതനങ്ങ ചേർത്ത് നമ്മുടെ ചീരയൊക്കെ ഒരു 90% വെന്ത് കഴിഞ്ഞിട്ട് വഴുതനങ്ങ ചേർക്കാവും. മാക്സിമം വഴുതനങ്ങ പോലുള്ള വെജിറ്റബിൾസ് ഒഴിവാക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഡിഷ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക്